ഹലോ ഫ്രണ്ട്സ്, കുറേ നാളായൊരു വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാന്ന് വെച്ചു. ഇത് ഹായ് പറഞ്ഞേ. ഇന്ന് ഒരു ഫോക്ക് ഫെസ്റ്റ് കാണാൻ പോക്കാം ന്യൂറംബർഗിൽ. കുറച്ച് നാളായി തുടങ്ങിയിട്ട്, അപ്പോൾ ഇന്ന് പോയി കാണാമെന്ന് വെച്ചു. നമ്മളുടെ അടുത്ത് തന്നെയാണ് എസ്-ബാൻ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടുന്ന് നടന്നിട്ട് അങ്ങോട്ട് പോയി ആടുന്ന് ന്യൂറംബർഗിലേക്ക് പോകണം. ന്യൂറംബർഗിൽ നിന്ന് ഒരു ട്രാം കയറിയിട്ട് വേണം ഈ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ. വീക്കെൻഡ് പോകണം എന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ന് പോകാമെന്ന് വെച്ചു. പോയിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതൊക്കെ ഇനി കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് ഒരു 2 മിനിറ്റിൽ വണ്ടിയുണ്ട് ന്യൂറംബർഗിലോട്ട്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. എന്താ സീമെൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഇവിടെ എർലങ്ങയിലാണ്. നമ്മളെ ട്രെയിൻ വന്നേ. നമുക്ക് ഇതിലാ പോകണ്ടേ ന്യൂറംബർഗിലോട്ട്. ഇവിടെ ഫ്രണ്ടിൽ കയറാവാ. ഫ്രണ്ടിൽ വലിയ തിരക്കില്ല. ആളൊഴിഞ്ഞ സ്ഥലത്തിരിക്കാം. സൈഡ് സീറ്റ് വേണം. ഇനി ഇവിടുന്ന് ഒരു 20 മിനിറ്റ് ഉണ്ട് ന്യൂറംബർഗിലോട്ട്. ഇനി അപ്പോൾ ബാക്കി ആടെ എത്തിയിട്ട് പറയാം. അപ്പോൾ നമ്മൾ ന്യൂറംബർഗിലെത്തി. ഇനി ഇവിടെ ഇറങ്ങട്ടെ. ഇതാണ് ന്യൂറംബർഗ് ബാനോഫ്. ഇവിടുന്ന് തന്നെ ഇറങ്ങിയിട്ട് ട്രാമിന് പോകണം. ഇന്ന് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. നല്ല വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും. ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. തിങ്കളാഴ്ച ഇന്ന് ഫെസ്റ്റ് ഇല്ല. ഈ നാറ് കാരണം ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ വന്ന്. വീട്ടിലിരുന്നാ മതിയായിരുന്നു. എല്ലാ തിങ്കളാഴ്ച ഫെസ്റ്റ് ഇല്ല. ഇപ്പൊ നോക്കി ഗൂഗിളില്. അപ്പോൾ ഗായ്സ്, തിങ്കളാഴ്ച ആരും വരണ്ട. എന്തായാലും വന്ന സ്ഥിതിക്ക് ഒരു ചായ കുടിച്ചിട്ട് പോവാ. ബർഗർ കിങ് കടക്ക്. എന്തായാലും ന്യൂറംബർഗ് ബാനോഫ് കാണിച്ചു തരാം. ഇതാണ് ന്യൂറംബർഗ് ബാനോഫ്. എന്താ രസമല്ലേ കാണാൻ. എത്ര വർഷം മുമ്പ് ഉണ്ടാക്കിയതൊക്കെ. മര്യാദക്ക് വീട്ടിലിരിക്കുന്നതായിരുന്നു. ഈ തണുപ്പും കൊള്ളിച്ച് നമ്മളെ പ്ലാൻ മാറ്റി ഗൈസ്. ഇനി ഹരിതേൻ്റെ വീട്ടിൽ പോയിട്ട് ആടുന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇനി ഇവിടെ കടയിൽ പോയിട്ട് പോർക്ക് വാങ്ങണം. ആടെ റൈസ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ആടുന്ന് ഫുഡ് കഴിച്ച് വീട്ടിലോട്ട് പോവാം. ഈ ന്യൂറംബർഗിൽ ലിഡിൽ മാത്രമേ രാത്രി 10 മണി വരെ ഉണ്ടാവാറുള്ളൂ. ബാക്കി എല്ലാ സൂപ്പർ മാർക്കറ്റും ഈ ഭാഗത്ത് ന്യൂറംബർഗ് എർലങ്കൻ ഈ ഒരു ഭാഗത്ത് രാത്രി 8 മണിയാകുമ്പോഴത്തേക്ക് അടക്കും. അപ്പോൾ എല്ലാവരും ഇവിടെ വരും. തിരക്കായിരിക്കും. വേഗം പോയി വാങ്ങട്ട്. ഇതെൻ്റെ ചെങ്ങായാണ്. വലിയ ക്യൂ ആയതുകൊണ്ട് ബില്ലടിക്കാൻ വേണ്ടി ഇവനോട് കൊടുത്തു വിട്ട്. ഇത് നമ്മൾ പുറത്ത് നിൽക്കാം. നമ്മൾ പുറത്തുണ്ടാവേ. ഇതിലോട്ട് പോണം. ഇതിലോട്ട് ഇറങ്ങിക്കോ. ഇത് അടച്ചാ. അതിലോട്ട് ഇറങ്ങാം. ഇവിടെ ഇറങ്ങിക്കോ. ഇവിടെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ലിഡിലിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യലാണ്. ഇനി അലനിങ്ങ് വരണം. 5 മിനിറ്റ് എന്തായാലും ഇവിടെ നിൽക്കണം. എല്ലാവരും അലന് വേണ്ടിയില്ല വെയിറ്റിംഗ് ആണ്. ഇത് അലനാടി ഉണ്ട്. ബില്ലടിക്കാൻ നിൽക്കലാം. കണ്ടോ, ഇപ്പം സാധനം കിട്ടും. ഇടോ, യൂട്യൂബിലിടുവേ. ബാക്കിയാ അവിടെ വെച്ചേ. ഓക്കെ,
ജെറിയതാ ജെറിയുടെ ചങ്ങായോട് സംസാരിക്കുന്ന ഈശയുടെ ഇനി ഹൈദരാബാദ് എടുക്കാം. അങ്ങോട്ടേക്കല്ലേ എന്നാ പോ. ഇവിടെ എന്താ നടന്നല്ലേ? ആ ഇവിടെ പോലീസ് നായൊക്കെ വന്ന് ജെറീൻ്റെ ഫ്രണ്ടാണ്. ട്രാം വരാൻ ലേറ്റ് ആയതുകൊണ്ട് നടക്കാന്ന് വെച്ചു. ഇവിടെ നടക്കേണ്ട ദൂരേ ഉള്ളൂ ശരിക്ക്. ഒരു 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ, അതുകൊണ്ട് നടക്കാം. അങ്ങോട്ടേക്ക് കുറേ വണ്ടി പോകുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് ഒന്നുമില്ല. ജെറീൻ്റെയും അന്നേൻ്റെ കല്യാണം ഉണ്ടാവും അടുത്ത കൊല്ലം. എല്ലാവരും ഈ ചാനൽ വഴി വിളിക്കും, സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവരും വിളിക്കുന്നതായിരിക്കും. ഇത് റാണിയാ ഇപ്പം ലൈനൊക്കെ പൊട്ടി ബ്രേക്കപ്പായി ഇങ്ങനെ നടക്കലാണ്. കണ്ട മുഖം കണ്ട? ഇതാണ് ഹരിതേൻ്റെ റൂം. ഞാൻ വീട്ടിൽ കയറി. ഇതാ ഹരിത, ഹരിത കൽപ്പന ചന്ദ്രൻ. പുറത്ത് നല്ല തണുപ്പാ. കണ്ട ടി വി? ഈ ടി വി ആരാ വന്നേ? ഈ ടി വി ആരാ? ചിക്കൻ വാങ്ങിയിട്ടുണ്ടേ. റാണിക്ക് കയറിയല്ലോ, ആദ്യം ഓളെ കയറിയേ. ചിക്കൻ ഇത് പോരെ? എന്നാ എനിക്കെന്നാ ബാക്കി? ഇതാ ഹരിതേന്റെ വീട്. ഇതാണ് ഹരിതയുടെ വീട്. ഇതാണ് ഹരിതയുടെ ചെക്കന്. ഇവിടെ നല്ല എന്തോ സ്പെഷ്യൽ ആക്കുന്നുണ്ട്, ചിക്കനും ചോറും. ബിരിയാണി ബിരിയാണി. ആ കുറച്ച് നേരം ടി വി ആണ്. എന്നാല് ഇന്ന് നമ്മൾ കാണുന്നത് മമ്മൂട്ടിയുടെ ഉത്തരം എന്ന് പറഞ്ഞ സിനിമയാണ്. ഫേമസ് ആയിട്ടുള്ള ഒരു പടമാണ് ഗൈസ്. ഉത്തരമില്ല. മമ്മൂക്ക എന്ന് പറയുമ്പോ ഫേമസ് ആണ്. മമ്മൂട്ടി അതാരാ? നമ്മളൊക്കെ ലാലേട്ടൻ്റെ ആളാ. ത്രില്ലറാണ് ഗൈസ്. ആരുടെ ഫാനാ പറ? എന്റെ ഫാൻ. ആ അതെല്ലാരും അങ്ങനെ തന്നെയാ. മമ്മൂട്ടി ഫാൻസ് ഒക്കെ അത്രേ ഉള്ളൂ. പറയുന്നുണ്ട് കാര്യായിട്ട്. ഉത്തരം എന്ന് പറയുന്ന മൂവിനാണ് ഇവർ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. കഥ മമ്മൂട്ടി ജയിലാണ്. എന്നിട്ട് ബേടാ പരപ്പോറാണെങ്കിൽ മമ്മൂട്ടിനോട് ഉത്തരം തേടി നടക്കുന്ന കഥയാണ് ഉത്തരം. റോങ്. ഇത് കണ്ടല്ലോ, ഇതൊരു പാട്ട്. ബിരിയാണി ഒക്കെ കാണാം. കുറച്ച് ഒരു ഉള്ളി എടുത്തോട്ടെ. പിന്നെ 18 നമ്മളെ പാർട്ടി ഉണ്ട്. പാർട്ടിക്കും ഉണ്ടാവണം, 19 ഉണ്ടാവണം. ആ നീ എത്ര മണിക്കാ പോവാ? 19 20 പണിയുള്ളൂ. എന്നാ നമുക്ക് 19 നേരത്തെ തുടങ്ങിയാലോ? അതാണ്. എന്തായാലും 18 കഴിഞ്ഞ് തലവന്താ തന്നെ എടുക്കും. ഉച്ചയും നമ്മളിവിടെ ചീട്ടുകളി തുടങ്ങി. ബിരിയാണി ഇനിയും ആയില്ല, ആകുന്നേ ഉള്ളൂ. 3ാമത്തെ റൗണ്ടാണ്. അവരവിടെ ബിരിയാണി ആക്കുന്നേ ഉള്ളൂ. അത് തെക്ക് ബിരിയാണിയാ. നമ്മൾ ഈ വടക്കന്മാർക്കല്ലേ ബിരിയാണി അറിയുള്ളൂ. എങ്ങനെ ആക്കുന്നത് നോക്കട്ടെ. ഇറച്ചിച്ചോറ്
പുലാവ് മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ട് കൈവച്ചക്ക ഇതല്ലല്ലോ നിങ്ങളെ. എന്നാൽ നല്ല ബിരിയാണി ആട്ടോ ഇവരെ. ഞാൻ ഒരിക്കൽ കഴിച്ചിട്ടുണ്ട് അരുൺഗോപൻ വെച്ച ബിരിയാണി. എല്ലാ തെക്കന്മാരും അല്ല, ആ 2% നല്ല ബിരിയാണി വെക്കും. ഒന്നിവൻ. രണ്ടാമത് ജെറി. ജെറിയിലെ ബീഫ് ബിരിയാണി നല്ല ടേസ്റ്റാ. ബീഫ് ചിക്കൻ വെക്കണല്ലേ. പറയിപ്പിക്കടവനെ കൊണ്ട് എന്താടാ കഴുത. പക്ഷെ നീ കഴുതയാണോ? സൂം ഔട്ട് ചെയ്യാൻ പറ്റില്ല. വിശന്നൊരു പരിവായി. അപ്പൊ ഇങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ബിരിയാണി ആയിട്ടുണ്ടേ. അരുൺഗോപന്റെ സ്പെഷ്യൽ ബിരിയാണി ഒന്ന് കാണാല്ലേ. ബിരിയാണി എടുക്കാൻ പോകാമേ. ദമ്മൊന്നും ഇട്ടില്ല, സമയം ഉണ്ടായില്ല. ഈ നാറികൾ പെട്ടെന്ന് വന്നിട്ട് ചോറ് വേണമെന്ന് പറഞ്ഞു. നമുക്ക് ഒരു വഴിയില്ല. എന്നാലും സാറില്ല പാത്രം ഞാൻ ആദ്യം എടുക്കാം. പാത്രം കൊണ്ട് അരമണിക്കൂർ കൈ മതിയോ? ഇത് ഫുള്ള് കാലാണോ? ആദ്യം നിങ്ങൾക്കൊന്നും ചോറ് വേണ്ട? ഞാൻ കഴിക്കാം. പീസ് വേണ്ട, കഷ്ണം മതി. കുറച്ച് മസാല വേണ്ട, പീസ് വേണ്ട, ചോറ് മതി. മതി. നല്ല കഴിക്കാം പെട്ടെന്ന്. നല്ല ബിരിയാണി. അതിന് കഴിക്കട്ടെ. നമുക്ക് ബിരിയാണി കഴിക്കാം. കൊള്ളാം, അടിപൊളി ബിരിയാണി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ശരി.